മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ പാലസ് മ്യൂസിയം. ഇന്നത്തെ ഈ വീഡിയോ ഹിൽ പാലസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. വൈറ്റിലയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമാണ് ഹിൽ പാലസിലേക്കുള്ളത്. ഇതാണ് മ്യൂസിയത്തിന്റെ എൻട്രൻസ് കടന്നാൽ ഇടതുവശത്തായി ടിക്കറ്റ് കൗണ്ടർ കാണാം. മുതിർന്നവർക്ക് 50ഉം കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കാറുകളും ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാനായി വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. പേര് പോലെ തന്നെ ഒരു കുന്നിൻ മുകളിലാണ് ഈ ഒരു കൊട്ടാരം. മുകളിലേക്ക് കയറാനായി സ്റ്റെപ്പുകളും അതിനു പുറകെ റോഡുകളുമുണ്ട്. വാഹനത്തിൽ വരുന്നവർക്ക് ഈ റോഡിലൂടെ പാലസിനടുത്ത് പോയി ഇറങ്ങാം. മുകളിലേക്ക് കയറുന്ന വഴിയിൽ ഒരു കുളക്കടവ് കാണാം. രാജഭരണകാലത്ത് സേനാപതിമാർ കുളിച്ചിരുന്ന കുളമാണെന്നാണ് പറയപ്പെടുന്നത്. പാലസിലേക്കുള്ള വഴിയിൽ, അതായത് താഴെ നിന്ന് മുകൾ വരെ, ചെടികളും പൂക്കളും കൊണ്ട് സമ്പുഷ്ടമാണ്. മുകളിൽ ഇടതുവശത്തായി ഒരു ക്ലോക്ക് റൂമുണ്ട്. അവിടെ ചെരുപ്പുകൾ ഊരി വെച്ചതിന് ശേഷം മാത്രമേ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഹിൽ പാലസിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ പേരാണ്. വടക്കേ മാളിക, നടുവിലത്തെ മാളിക, തെക്കേ മാളിക, പുത്തൻ മാളിക എന്നിങ്ങനെയാണ് പേരുകൾ. ഓരോന്നും പല കൊല്ലങ്ങളിലായാണ് പണി കഴിപ്പിച്ചത്. 1939 ഈ കൊട്ടാരത്തിന്റെ പണി പൂർണ്ണമായും കഴിഞ്ഞത്. 52 ഏക്കറുള്ള ഈ കൊട്ടാരവളപ്പിൽ 49 ബിൽഡിങ്ങുകളുണ്ട്. അതിൽ ചിലതൊക്കെ കാലപ്പഴക്കം മൂലം നശിച്ചു പോയിട്ടുമുണ്ട്. മണിച്ചിത്രത്താഴ്, മൂന്നാം മുറ, ഡ്രീംസ്, കളിയൂഞ്ഞാൽ എന്നിങ്ങനെ കുറേയേറെ മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും വിവരിച്ചു തരാൻ പ്രത്യേകം സ്റ്റാഫുകളുണ്ട്. ആദ്യമായി കാണുന്നത് കൊച്ചി രാജാവിൻ്റെ സിംഹാസനമാണ്. ഈട്ടിത്തടിയിൽ വെള്ള പൂശിയെടുത്തതാണ് ഈ സിംഹാസനം. മറ്റു കസേരകളും ഈട്ടിത്തടിയിൽ തന്നെ നിർമ്മിച്ചതാണ്. രാജ്യഭരണകാലത്ത് ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തിയിരുന്നത് ഇവിടെ വെച്ചാണ്. കൊട്ടാരത്തിനകത്തെ തടിപ്പണികളെല്ലാം തേക്കിൻ തടിയിൽ തീർത്തതാണ്. ഫ്ലോറുകളെല്ലാം പഴയ ഡിസൈനിലുള്ള ടൈലുകളാണ്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പാടുള്ളതല്ല, ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അതിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കൊച്ചിയുടെയും രാജകുടുംബത്തിൻ്റെയും ഒക്കെ ചരിത്രം വിവരിക്കുന്ന ഒരുപാട് ബോർഡുകൾ ഇവിടെ നമുക്ക് കാണാം. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ആനയുടെ ഒരു ശില്പം കണ്ടു. ഈട്ടിത്തടിയിൽ നിർമ്മിച്ച ഈ ഒരു പ്രതിമ 19-ാം നൂറ്റാണ്ടിൽ തൃശൂർ ചേർപ്പ് സ്വദേശി കുഞ്ഞൻ എന്ന ആശാരി നിർമ്മിച്ചതാണ്. പണ്ടുകാലത്തെ രാജാക്കന്മാരുടെ കുതിരവണ്ടിയാണിത്. കുതിരവണ്ടിക്ക് മുന്നേ ഉപയോഗിച്ച മഞ്ചലും പല്ലക്കുമാണിത്. മഞ്ചൽ സ്ത്രീകളും പല്ലക്ക് പുരുഷന്മാരുമാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വലത്തുവശത്തായി ഒരു വെള്ളി കസേര കണ്ടു. പണ്ട് അത്തച്ചമയ ദിവസം കൊച്ചി രാജാവിനെ ആടയാഭരണങ്ങളൊക്കെ അണിയിച്ച് പൂമുഖത്തിരുത്തുന്നത് ഈ വെള്ളിക്കസേരയിലാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതാണ് ഇവിടത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കൊച്ചി രാജാവിൻ്റെ കിരീടം. പോർച്ചുഗീസ് രാജാവ് ഡോം ഇമാനുവൽ കൊച്ചി രാജാവിന് സമ്മാനിച്ചതാണ് ഈ കിരീടം. 1.25 കിലോ തൂക്കം വരുന്ന ഈ ഒരു കിരീടത്തിൽ 244 മാണിക്കക്കല്ലുകൾ പതിച്ചിട്ടുണ്ട്. കിരീടവും ആഭരണങ്ങളും ഇരിക്കുന്ന മുറിയിൽ മൊബൈൽ ഫോൺ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി പുറത്തെ കാഴ്ചകളാണ്. ഈ താഴേക്കുള്ള ഇടനാഴിയെ നടപ്പന്തൽ എന്നാണ് പറയുന്നത്. ഈ നടപ്പന്തലിലൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇടത്തുവശത്തായി ഒരു കുളം കാണാം. പണ്ട് രാജാക്കന്മാർ കുളിച്ചിരുന്ന കുളമാണിത്. 1865 കാലഘട്ടങ്ങളിൽ കൊച്ചി രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരമാണിത്. നടുമുറ്റവും തുളസിത്തറയും ചെറിയൊരു അമ്പലവുമൊക്കെ ഇവിടെയുണ്ട്. ഇത് പണ്ടുകാലത്ത് നമ്പൂതിരി ഇല്ലമായിരുന്നു. പിന്നീട് കൊച്ചി രാജാക്കന്മാർ ഇവിടെ താമസിച്ചാണ് നമ്മൾ നേരത്തെ കണ്ട വലിയ കൊട്ടാരം പണി കഴിപ്പിച്ചത്.
പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാനും ഇരിക്കാനും പറ്റിയ കുറേ സ്ഥലങ്ങൾ ഈ കോമ്പൗണ്ടിലുണ്ട്. കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്കുള്ള യാത്രയിൽ ഇടത്തുവശത്തായി ഒരു മാൻ പാർക്ക് കാണാം. മാനും മ്ലാവുമൊക്കെയായി ചെറിയൊരു മിനി സൂ. ഒരു 2 മണിക്കൂർ നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹിൽ പാലസ്. താഴെ കുട്ടികൾക്ക് കളിക്കാനായി ഒരു പാർക്കുണ്ട്. കൊട്ടാരത്തിന്റെ വടക്കേ അറ്റത്ത് കണ്ടൊരു നിർമ്മിതിയാണിത്. മുല്ലപ്പന്തൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക.